മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളെ, എല്ലാവരും ഹാപ്പിയാണ് എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. പരിക്കേറ്റ കുട്ടി എന്ന് പറയുന്ന ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അടിസ്ഥാന പാഠാവലിയില് എഴുതിയത് കുമാരനാശാനാണ് അല്ലെ. എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെ, രണ്ടാമത്തെ യൂണിറ്റില് പരിക്ക് നിങ്ങൾക്കും പറ്റാറില്ലേ? നിങ്ങൾ കരയാറില്ലേ? കരഞ്ഞിട്ട് അമ്മയെ വിളിക്കാറില്ലേ? അമ്മ ഓടി വരാറില്ലേ? ഓടി വന്നിട്ട് അമ്മ നല്ലെണ്ണം രണ്ട് പൊട്ടിച്ചും തരാറില്ലേ? കുരുത്തക്കേട് കളിച്ചിട്ടല്ലേ? അല്ലെ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ആര് ചോദിക്കും? അമ്മ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ. അമ്മ നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മള് ഇങ്ങനെ പല ഭാവത്തിൽ എങ്ങനെ നമ്മൾ കരയും പരിക്ക് പറ്റിയിട്ട്, അല്ലെ. വികൃതി കളിച്ചിട്ടായിരിക്കും, നമ്മൾ ഓടി കളിച്ചിട്ടായിരിക്കും വീണ് മുട്ട് പൊട്ടുന്നതും, അല്ലെ, കൈവിരല് പൊട്ടുന്നതും, അല്ലെ, കൈയൊക്കെ വാതിലിന്റെ ഉള്ളിലൊക്കെ കുടുങ്ങിയൊക്കെ നമ്മുടെ കൈ മുറിയാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പരിക്ക് പറ്റുന്ന നമ്മളെ പോലെ ഒരു കുട്ടിയാണ് ആര്? നമ്മുടെ ഈ ഒരു പാഠത്തിലെ കുട്ടിക്ക് പരനീർപ്പമുള്ള കൊണ്ട് പരിക്ക് പറ്റുന്നു. അതുപോലെ തലയിലേക്ക് ചിത്രം വീണിട്ട് മൂർധാവ് പൊട്ടുന്നു. കട്ടിലിന്റെ മുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് തറയിൽ വീണിട്ട് കവിളിന് പറ്റുന്നു. മാവില് ഒറ്റയ്ക്ക് കയറിയിട്ട് തൈമാവില് ഒറ്റയ്ക്ക് കയറിയിട്ട് കുട്ടി താഴെ വീഴുന്നു, പരിക്ക് പറ്റുന്നു. അങ്ങനെ അനവധി നിരവധി പരിക്കുകൾ പറ്റിയ ഒരു കുട്ടി കരയാണ്. അപ്പോ അമ്മ വരികയാണ് കേട്ടോ. അമ്മ വരുന്ന സമയത്ത് കുഞ്ഞിനോട് പറയാണ്, എന്ത്, കരയണ്ട, ഞാൻ നിന്നെ അടിക്കില്ല, ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല, നിന്റെ നോവെല്ലാം അകന്നു പോകും എന്ന്. അപ്പോൾ കുഞ്ഞിന് സമാധാനാവുന്നുണ്ട് അല്ലെ. അമ്മ പരിക്ക് പറ്റിയ ആ കൈയിലെ മുറിവിലും ഒക്കെ എന്ത് ചെയ്യും? ചുംബനം നൽകും, ഉമ്മ നൽകും. അപ്പൊ കുഞ്ഞ് എന്ത് ചെയ്യാണ്? ചന്ദ്രനെ പോലെ, ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ പോലെ ചിരിക്കുകയാണ്. അപ്പോൾ അമ്മമാര് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ മനോഹരമായി ഈ കവിത എഴുതിയത് കുമാരനാശാനാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കണം, ലൈവ് ക്ലാസ്സിലൊക്കെ പഠിക്കണം. ഇന്ന് ഞാൻ കുമാരനാശാനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. കുമാരനാശാന്റെ പ്രത്യേകത നമ്മുടെ സ്നേഹഗായകനാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന വിശേഷണത്തിന് അർഹനായ വ്യക്തിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയില് നാരായണൻ കാളിയമ്മ ദമ്പതികളുടെ മകനായിട്ടാണ് ജനിച്ചത്. 1873 ഏപ്രിൽ 12 കുമാരനാശാൻ ജനിച്ചത്. അച്ഛന്റെ പേര് നാരായണൻ, അമ്മയുടെ പേര് കാളിയമ്മ. കുമാരു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് കേട്ടോ. എന്താ പേര്? കുമാരു. പിന്നെ 14 വയസ്സ് തൊട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? പഠിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് കൊല്ലോടി കഴിഞ്ഞാല് നിങ്ങൾക്കും പഠിപ്പിച്ചു തുടങ്ങാം അല്ലെ. കുമാരനാശാനെ പോലെ ആണെങ്കിൽ അദ്ദേഹം സംസ്കൃതം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അധ്യാപക വൃത്തിയിൽ, അതായത് കുട്ടികളെ പഠിപ്പിച്ചൊക്കെ തുടങ്ങി. ചിലരങ്ങനെയല്ലേ, നേരത്തെ തന്നെ ട്യൂഷനൊക്കെ എടുക്കും അല്ലെ. അപ്പോ മിടുക്കനായി വളർന്നു വന്നു. 1891 വർഷമൊന്നും ഓർമ്മിച്ചു വെച്ചില്ലെങ്കിലും ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെട്ടു. അതോടെ ആശാന്റെ ജീവിതം അങ്ങ് മറിയാണ്. അദ്ദേഹം കുമാരനാശാനെ ബാംഗ്ലൂരിലേക്ക് പഠിക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ്, ഉപരിപഠനത്തിനായിട്ട് ബാംഗ്ലൂരിലേക്ക്. കൂടുതൽ കാര്യങ്ങൾ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ പോകുന്നു. അവിടുന്ന് നല്ല ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നു. അങ്ങനെ മറ്റു ഭാഷയിലുള്ള, മലയാളത്തിലല്ലാതെ സംസ്കൃതത്തിലല്ലാതെ മറ്റു ഭാഷയിലുള്ള കവിതകളും കൃതികളും എഴുത്തുകളൊക്കെ അദ്ദേഹം വായിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ നല്ലൊരു പരിജ്ഞാനം ഉണ്ടാവുന്നു. അത് അദ്ദേഹത്തിന്റെ കവിതയിലൊക്കെ നല്ല മാറ്റം വരുത്തി. കുമാരനാശാൻ ആദ്യം എഴുതിയ കാവ്യം വീണപൂവാണ് കേട്ടോ. വീണപൂവേ, കുമാരനാശാന്റെ വീണപൂവേ. അപ്പോ പ്രധാന കൃതികള് വീണപൂവ്, നളിനി, ലീല, ചിന്താവിഷ്ടിയായ സീത, ചണ്ഡാല ഭിക്ഷുകി. ഇവിടെ ഒരു പേര് ചേർക്കേണ്ടതുണ്ട്. ചണ്ഡാല ഭിക്ഷുകി, ദുരവസ്ഥ, കരുണ, ശ്രീബുദ്ധ ചരിത്രം, സൗന്ദര്യലഹരി, സിംഹപ്രസവം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, വനമാല, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹം മരണപ്പെട്ടത് ബോട്ടപകടത്തിലാണ്. റെഡീമർ ബോട്ടപകടത്തിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ 5ാം ക്ലാസ്സില് ഒരു ബാച്ച് ഉണ്ട്. എന്താണ് ബാച്ചിന്റെ പേര്? പൃഥ്വി എന്നാണ്. പൃഥ്വി ബാച്ചില് ഇപ്പൊ
നമ്മുടെ പൂജ്യമൊക്കെയാണ് അല്ലെ, അതിന്റെ ഒരു ഓഫർ ഉണ്ട്. പൃഥ്വി ബാച്ചിന്റെ പ്രത്യേകത ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെയുള്ള അടിപൊളി ഒരു ബാച്ചാണ്. നിങ്ങൾ ചിലപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം ഇതാ ഒരു 10% ഓഫ് ഉണ്ട് അല്ലെ. സാധാരണയുള്ള പൈസന്റെ എന്തിന് 10% ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. മക്കളെല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ മറന്നു പോകാതെ എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. വിദ്യാരംഭത്തിന്റെ ഓഫറാണ്. സെപ്റ്റംബർ 27 ഇതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. ലൈവ് ക്ലാസ്സിൽ ഈ പാഠത്തിന്റെ വിശദമായ വിവരങ്ങൾ ടീച്ചർ തരാം കേട്ടോ.